കർഷകർക്ക് അനുവദിച്ച ലക്ഷക്കണക്കിന് രൂപ കൃത്രിമ രേഖയുണ്ടാക്കി കൃഷി ഓഫീസർ തട്ടിയെടുത്തെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. പത്തനംതിട്ട വടശ്ശേരിക്കര കൃഷി ഓഫീസറായിരുന്ന എലിസബത്ത് തമ്പാനാണ് വിവിധ കാർഷിക പദ്ധതികളിലെ 4 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത്. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഉണ്ടായിട്ടില്ല. ഈ രേഖകൾ കാണുക. പത്തനംതിട്ട വടശ്ശേരിക്കര കൃഷി ഓഫീസറായിരുന്ന കാലയളവിൽ എലിസബത്ത് തമ്പാൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഈ റിപ്പോർട്ട് പ്രകാരം മാത്രം 4 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഇവർ നടത്തിയത്. വിവിധ പദ്ധതികളിൽ കർഷകർക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചുവെന്ന് കൃത്രിമ രേഖകളുണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തത്. ഇതിനു പുറമെ മുൻ DGP ജേക്കബ് പുന്നൂസിന്റെ ബന്ധുവായ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ തട്ടിപ്പിൽ കൂട്ടാളിയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത്ര ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടും ഇവർക്കെതിരെ വകുപ്പുതല നടപടി പോലും ഉണ്ടായിട്ടില്ല. ഈ തട്ടിപ്പിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന കർഷകനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. അഴിമതി കാണിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥന്മാരെ സർവീസിലിരിക്കുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും കർഷകരുടെ ആത്മഹത്യയ്ക്കും വഴി വെക്കും. ആയതിനാൽ ഇവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെക്കുറിച്ച് അന്വേഷണവും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടത്. കർഷകർക്കുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് മന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥതല അഴിമതിയുടെ കഥകൾ പുറത്തുവരുന്നത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.